ഹരേ കൃഷ്ണ. കണ്ണൻ്റെ ഓടക്കുഴലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ രാമലക്ഷ്മണന്മാരും സീതാദേവിയും ദണ്ഡകാരണ്യത്തിലേക്ക് പുറപ്പെടുകയാണ്. അവിടേക്കുള്ള വഴി കാണിച്ചു തരുവാനായിട്ട് ഏതെങ്കിലും ശിഷ്യന്മാരെ കൂടെ അയക്കാനായിട്ട് ശ്രീരാമസ്വാമി അത്രി മഹർഷിയോട് പറയുകയാണ്. അപ്പോൾ അത്രി മഹർഷി തൻ്റെ ശിഷ്യന്മാരെ അവരോട് കൂടി പോവാനായിട്ട് അനുവദിച്ചു. അങ്ങനെ അത്രി മഹർഷിയുടെ ശിഷ്യന്മാർ സീതാദേവിയെയും രാമലക്ഷ്മണന്മാരെയും മറുകരയിലെത്തിച്ചു. അങ്ങനെ ദണ്ഡകാരണ്യത്തിലേക്ക് അവർ കടന്നു. ശ്രീരാമചന്ദ്രൻ ലക്ഷ്മണനോട് പറയുകയാണ്, ഇനി നമ്മൾ നടക്കുന്നത് വളരെ സൂക്ഷിച്ചു വേണം. വില്ലിൽ ഞാൻ കെട്ടി കയ്യിൽ ശരം ധരിച്ചു വേണം പോകാൻ. ഞാൻ മുൻപിൽ നടക്കാം, ഏറ്റവും പിറകിൽ നീ നടക്കണം. പരമാത്മാവിൻ്റെയും ജീവാത്മാവിൻ്റെയും മധ്യത്തിൽ മായ എന്നതുപോലെ നമ്മുടെ ഇടയിലായിട്ട് സീതയും നടക്കട്ടെ. ദണ്ഡകാരണ്യത്തിൽ രാക്ഷസന്മാരുടെ ഉപദ്രവം വളരെ സാധാരണമാണെന്ന് കേട്ടിട്ടുണ്ട്. അങ്ങനെ രാമലക്ഷ്മണന്മാർ സീതാദേവിയും ഒന്നിച്ച് വനത്തിൽ അരയോജന നടന്നു. ഒരു യോജന എന്ന് പറയുന്നത് 12 കിലോമീറ്റർ ആണെന്നാണ് പറയപ്പെടുന്നത്. അത്രയും ദൂരം അവർ സഞ്ചരിച്ചു. അപ്പോഴേക്കും അവർക്ക് നേരെ വരുന്ന ഉഗ്രസ്വരൂപിയായ ഒരു രാക്ഷസനെ കണ്ടു. ഉഗ്രദംഷ്ട്രകളോട് കൂടിയ വലിയ വായ് തുറന്ന് അട്ടഹാസം മുഴക്കുന്നവനും അനേകം മൃഗങ്ങളെ കുത്തിക്കോർത്ത വലിയൊരു ശൂലം ഇടത്തെ തോളത്ത് വെച്ചവനും ആന, പുലി, കാട്ടുപോത്ത് തുടങ്ങിയ വന്യമൃഗങ്ങളെ തിന്നുന്നവനും ബീഭത്സരൂപിയുമായിരുന്നു ആ രാക്ഷസൻ. വില്ലിൽ ശരം തൊടുത്തുകൊണ്ട് രാമൻ ലക്ഷ്മണനോട് പറഞ്ഞു, നോക്കൂ ലക്ഷ്മണ, വലിയ ശരീരത്തോടു കൂടിയ രാക്ഷസൻ ഇതാ നമ്മുടെ നേർക്കു വരുന്നു. ഭീരുക്കൾക്ക് ഭയമുണ്ടാക്കുന്നവനാണ് ഇവൻ. വില്ലിൽ ശരം തൊടുത്ത് തയ്യാറായി നിൽക്കൂ. ഇങ്ങനെ ലക്ഷ്മണനോട് പറഞ്ഞതിന് ശേഷം പേടിക്കണ്ട എന്ന് പറഞ്ഞ് രാമൻ സീതാദേവിയെ സമാധാനിപ്പിച്ചു. ഉച്ചത്തിൽ അട്ടഹസിച്ചുകൊണ്ട് ആ രാക്ഷസൻ ചോദിച്ചു, വില്ലും ആവനാഴിയും ധരിച്ച് ജടയും മരവുരിയുമായി വരുന്ന നിങ്ങൾ ആരാണ്? നിങ്ങളോടൊന്നിച്ച് അതിസുന്ദരിയായ ഒരു സ്ത്രീയുമുണ്ടല്ലോ. എന്തായാലും എനിക്കിന്ന് നല്ലൊരു ആഹാരത്തിന് വകയായി. രാക്ഷസന്റെ ചോദ്യത്തിന് ശ്രീരാമചന്ദ്രൻ മറുപടി പറഞ്ഞു, ഞാൻ രാമനാണ്. ഇതെൻ്റെ അനുജനായ ലക്ഷ്മണനാണ്. ഇതെൻ്റെ ഭാര്യയായ സീതയാണ്. അച്ഛൻ്റെ കൽപ്പനയനുസരിച്ച് വനവാസത്തിന് വന്നവരാണ്. നിന്നെപ്പോലെയുള്ള ദുഷ്ടന്മാരെ ശിക്ഷിക്കാൻ കൂടിയാണ് ഞങ്ങൾ വന്നിരിക്കുന്നത്. ഇത് കേട്ട് രാക്ഷസൻ ഭയങ്കരമായ ഒരു അട്ടഹാസം മുഴക്കി. ശൂലമോങ്ങി വായ് പിളർത്തിക്കൊണ്ട് രാമനോട് ചോദിച്ചു, രാമ, നിനക്കെന്നെ അറിയില്ല. ഞാൻ പ്രസിദ്ധനായ വിരാതനാണ്. ഈ കാട്ടിലുണ്ടായിരുന്ന മുനിമാരെല്ലാം എന്നെ ഭയപ്പെട്ടാണ് ഇവിടെ നിന്നും ഓടിപ്പോയത്. നിങ്ങൾക്ക് ജീവിക്കാൻ ആഗ്രഹമുണ്ടെങ്കിൽ സീതയെ എനിക്ക് തന്ന് വില്ലും അമ്പും താഴെ ഉപേക്ഷിച്ച് ഓടിപ്പോയിക്കൊള്ളുക. അല്ലെങ്കിൽ നിങ്ങൾ രണ്ടെണ്ണത്തിനെയും ഉടനെ തന്നെ പിടിച്ചു തിന്നുന്നതാണ്. ഇങ്ങനെ പറഞ്ഞുകൊണ്ട് വിരാതൻ സീതയെ അപഹരിക്കാനായി പാഞ്ഞെടുത്തു. രാമൻ അരനിമിഷം കൊണ്ട് അവൻ്റെ 2 കൈകളും മുറിച്ചു വീഴ്ത്തി. കോപം സഹിക്കാനാവാതെ ആ രാക്ഷസൻ പിന്നീട് വായും പിളർന്ന് രാമനെ വിഴുങ്ങാനായി ഓടി വന്നു. രാമൻ അവൻ്റെ 2 കാലുകളും മുറിച്ചു കളഞ്ഞു. എന്നിട്ടും അവൻ സർപ്പത്തെ പോലെ ഇഴഞ്ഞ് രാമനെ വിഴുങ്ങാൻ വന്നു. രാമൻ അർദ്ധചന്ദ്രാകൃതിയിലുള്ള ശരം കൊണ്ട് അവൻ്റെ തലയും മുറിച്ചു വീഴ്ത്തി. സീത സന്തോഷത്തോടെ രാമനെ അഭിനന്ദിച്ചു. ആ സമയത്ത് ആകാശത്തിൽ ദേവദുന്ദുഭികൾ മുഴങ്ങി. അപ്സര സ്ത്രീകൾ നൃത്തം ചെയ്തു. ഗന്ധർവന്മാരും കിങ്കരന്മാരും പാട്ടുപാടി. അതേസമയം രാക്ഷസനായ വിരാതൻ്റെ ശരീരത്തിൽ നിന്ന് അതിസുന്ദരനായ ഒരു പുരുഷൻ പുറത്തേക്ക് വന്നു. നല്ല ആഭരണങ്ങൾ അണിഞ്ഞ് പട്ടുവസ്ത്രം ധരിച്ച് തേജസ്വിയായ ആ പുരുഷൻ ശ്രീരാമചന്ദ്രൻ്റെ കാൽക്കൽ നമസ്കരിച്ച് സന്തോഷത്തോടെ പറഞ്ഞു, ഭഗവാനെ, ഞാൻ വിദ്യാധരനാണ്. ദുർവാസാവ് മഹർഷിയുടെ ശാപം കൊണ്ടാണ് ഞാൻ രാക്ഷസനായി തീർന്നത്. ഇപ്പോൾ അങ്ങ് എന്നെ ശാപത്തിൽ നിന്ന് മോചിപ്പിച്ചു. ഇന്നു മുതൽ എനിക്ക് അവിടുത്തെ പാതാരവിന്ദങ്ങളിൽ ഉറച്ച ഭക്തി ഉണ്ടാകണം. എൻ്റെ നാവ് എപ്പോഴും അവിടുത്തെ തിരുനാമങ്ങൾ ജപിക്കുമാറായി തീരണം. കാതുകൾ കൊണ്ട് അങ്ങയുടെ അമൃതതുല്യങ്ങളായ കഥകൾ എപ്പോഴും കേൾക്കുമാറാകണം. ഇങ്ങനെയൊക്കെ സ്തുതിച്ച് വിദ്യാധരനായിരുന്ന ആ പുരുഷൻ ശാപത്ത രാക്ഷസനായ വിരാതനായി തീർന്ന് ശാപമോക്ഷം കിട്ടി സ്വർഗത്തിലേക്ക് തിരിച്ചുപോയി. അതിനുശേഷം ശ്രീരാമചന്ദ്രൻ സീതയോടും ലക്ഷ്മണനോടും കൂടി ശരഭംഗ മഹർഷിയുടെ ആശ്രമത്തിലാണ് ചെന്നത്. 3 പേരെയും കൂട്ടിക്കൊണ്ടുവന്ന് ഓരോ ദർഭാസനങ്ങളിലും ഇരുത്തി
ഫലമൂലാദികൾ നൽകി 3 പേർക്കും അതിഥി സൽക്കാരം നൽകി. ശരഭംഗ മഹർഷി പറഞ്ഞു, ഞാൻ അങ്ങയെയും പ്രതീക്ഷിച്ച് വളരെ കാലമായി തപസ് അനുഷ്ഠിച്ചുകൊണ്ട് ഇവിടെ ഇരിക്കുകയാണ്. തപസ്സുകൊണ്ട് സമ്പാദിച്ച പുണ്യമെല്ലാം ഞാൻ അങ്ങേക്ക് സമർപ്പിച്ചുകൊണ്ട് മുക്തനായി തീരുന്നുണ്ട്. ഇങ്ങനെ പറഞ്ഞ് തൻ്റെ പുണ്യമെല്ലാം ശ്രീരാമസ്വാമിക്ക് സമർപ്പിച്ച് വിരക്തനായ ശരഭംഗയോഗി സീതാസമേതനായ ശ്രീരാമചന്ദ്രനെ നമസ്കരിച്ചു. എന്നിട്ട് ശരഭംഗമുനി ശ്രീരാമചന്ദ്രനെ വളരെ വേഗം ഹൃദയത്തിൽ ധ്യാനിച്ച് മുന്നിൽ നിൽക്കുന്ന രാമനിൽ മനസ്സുറപ്പിച്ച് ഒരു അഗ്നികുണ്ഡം തയ്യാറാക്കി തൻ്റെ ശരീരത്തെ അതിൽ ദഹിപ്പിച്ചു. ദിവ്യ ശരീരം സ്വീകരിച്ച് ബ്രഹ്മലോകത്തേക്ക് പോവുകയും ചെയ്തു. ആ വനത്തിൽ താമസിക്കുന്ന മറ്റ് മഹർഷിമാരെല്ലാം ശ്രീരാമസ്വാമിയെ, ലക്ഷ്മണനെയും സീതാദേവിയെയും കാണാനായിട്ട് ശരഭംഗ മഹർഷിയുടെ ആശ്രമത്തിലേക്ക് വന്നു. രാമ, ഞങ്ങളോടൊന്നിച്ച് ദണ്ഡകവനത്തിലെ മുനിമാരുടെ ആശ്രമങ്ങൾ കാണാൻ വരൂ. എന്നാൽ അങ്ങേക്ക് നിശ്ചയമായും ഞങ്ങളുടെ ദയനീയാവസ്ഥ മനസ്സിലാകും. ഇങ്ങനെ മുനിമാർ പറഞ്ഞപ്പോൾ ശ്രീരാമചന്ദ്രൻ സീതാ ലക്ഷ്മണനോടൊന്നിച്ച് അവരുടെ ആശ്രമങ്ങൾ കാണാനായി പുറപ്പെട്ടു. ദണ്ഡകാരണ്യത്തിൽ അവിടെ ഇവിടെയായി തലയോട്ടികളും കൈകാലുകളുടെ എല്ലുകളും ചിന്നിച്ചിതറി കിടക്കുന്നത് കണ്ടു. എന്നിട്ട് ചോദിച്ചു, ഇവ ആരുടെ എല്ലുകളാണ്? എന്താണിവ ഇങ്ങനെ ചിന്നിച്ചിതറി കിടക്കാൻ കാരണം എന്ന് രാമൻ ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു, ഇതെല്ലാം ഋഷികളുടെ തലയോട്ടികളും എല്ലുകളുമാണ്. സമാധിയിലിരിക്കുന്ന ഋഷിമാരെ രാക്ഷസന്മാർ കൊന്നു തിന്നാറുണ്ട്. അതിനുവേണ്ടി അനേക രാക്ഷസന്മാർ ഈ വനത്തിൽ സഞ്ചരിക്കുന്നുണ്ട് എന്ന് മുനിമാർ ഭയത്തോടെ പറഞ്ഞത് കേട്ട് ശ്രീരാമചന്ദ്രൻ, ഞാൻ എല്ലാ രാക്ഷസന്മാരെയും കൊന്ന് മുനിമാർക്ക് അഭയം നൽകുന്നുണ്ട് എന്ന് പറഞ്ഞ് പ്രതിജ്ഞ ചെയ്തു. അങ്ങനെ മഹർഷിമാരാൽ പൂജിക്കപ്പെട്ടവനായ ശ്രീരാമചന്ദ്രൻ സീതാ ലക്ഷ്മണന്മാരോടുകൂടി ദണ്ഡകാരണ്യത്തിൽ 10 വർഷം ഓരോരോ മഹർഷിമാരുടെ ആശ്രമത്തിൽ കഴിഞ്ഞു. കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം അവർ 3 പേരും സുതീക്ഷ്ണ മഹർഷിയുടെ ആശ്രമത്തിലെത്തി. സുതീക്ഷ്ണ മഹർഷി അഗസ്ത്യ മഹർഷിയുടെ ശിഷ്യനാണ്. രാമമന്ത്രം സദാ ജപിച്ചുകൊണ്ടിരിക്കുന്നവനാണ്. രാമൻ ആശ്രമത്തിലേക്ക് വന്നതിനാൽ സന്തുഷ്ടനായ മഹർഷി ഭക്തി കൊണ്ട് ധാരധാരയായി ഒഴുകുന്ന ആനന്ദ കണ്ണീരുകൊണ്ട് രാമനെ പൂജിച്ചു. സുതീക്ഷ്ണ മഹർഷിയുടെ പൂജയിലും സ്തുതിയിലും സന്തുഷ്ടനായ ശ്രീരാമചന്ദ്രൻ അദ്ദേഹത്തെ അനുഗ്രഹിച്ചു. എന്നിട്ട് പറഞ്ഞു, എനിക്ക് അങ്ങയുടെ ഗുരുവായ അഗസ്ത്യ മഹർഷിയെ കാണണമെന്ന്. അല്പകാലം അദ്ദേഹത്തോടൊന്നിച്ച് താമസിക്കണമെന്നും ആഗ്രഹം തോന്നുന്നു. അപ്പോൾ സുതീക്ഷ്ണ മഹർഷി പറഞ്ഞു, അങ്ങനെയാവാം. നാളെ രാവിലെ തന്നെ നമുക്കെൻ്റെ ഗുരുവിനെ കാണാൻ പോകാം. ഞാനും വരാം. കുറേ കാലമായി ഞാനും അദ്ദേഹത്തെ കണ്ടിട്ട്. അങ്ങനെ പിറ്റേ ദിവസം 4 പേരും അഗസ്ത്യ മഹർഷിയുടെ ആശ്രമത്തിലേക്ക് പുറപ്പെട്ടു. എല്ലാ ഋതുക്കളിലെയും ഫലങ്ങളാലും പുഷ്പങ്ങളാലും ശോഭിക്കുന്ന വൃക്ഷങ്ങളോട് കൂടിയതും പലതരത്തിലുള്ള മൃഗങ്ങളോട് കൂടിയതും പല മാതിരിയുള്ള പക്ഷികളോട് കൂടിയതും ബ്രഹ്മർഷിമാർ, ദേവർഷിമാർ എന്നിവരോടുകൂടി സേവിക്കപ്പെടുന്നതും ആയിരുന്നു അഗസ്ത്യാശ്രമം. മറ്റൊരു ബ്രഹ്മലോകം പോലെ ശോഭിച്ചിരുന്നു അവിടെ. ആശ്രമത്തിൻ്റെ പുറത്തു നിന്നുകൊണ്ട് ശ്രീരാമചന്ദ്രൻ പറഞ്ഞു, അങ്ങ് അകത്ത് ചെന്ന് ഞങ്ങൾ വന്ന വിവരം അറിയിക്കൂ. സുതീക്ഷ്ണ മഹർഷി പറഞ്ഞതനുസരിച്ച് അഗസ്ത്യ മഹർഷി പുറത്തേക്ക് വന്നു. രാമ, വരൂ, അങ്ങേക്ക് നന്മ ഭവിക്കട്ടെ. എൻ്റെ ഭാഗ്യം കൊണ്ടാണ് അങ്ങേക്കിന്ന് ഇവിടെ വരാൻ തോന്നിയത്. എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട അതിഥിയാണ് അങ്ങ്. എനിക്ക് ഇന്നത്തെ ദിവസം സഫലമായി. പിന്നീട് പല സ്തുതികളാലും അഗസ്ത്യ മഹർഷി രാമനെ സ്തുതിച്ചു. എന്നിട്ട് ഇന്ദ്രൻ തന്നെ ഏൽപ്പിച്ചിരുന്ന ഒരു വൈഷ്ണവ ചാപവും അമ്പൊടുങ്ങാത്ത 2 ആവനാഴിയും ശ്രേഷ്ഠമായ ഒരു വാളും രാമനെ സമ്മാനിച്ചു. എന്നിട്ട് പറഞ്ഞു, രാമ, ഭൂമിക്ക് ഭാരമായിരിക്കുന്ന എല്ലാ രാക്ഷസന്മാരെയും സംഹരിക്കൂ. അതിനുവേണ്ടിയാണല്ലോ മായയിലൂടെയുള്ള അങ്ങയുടെ ഈ മനുഷ്യാവതാരം. ഇവിടെ നിന്ന് 2 യോജന ദൂരത്ത് പഞ്ചവടി എന്ന ഒരു മനോഹരമായ വനമുണ്ട്. ഗൗതമി നദിയുടെ തീരത്താണ് ആ സ്ഥലം. വനവാസത്തിലെ ബാക്കി കാലം അവിടെ ചെന്ന് താമസിക്കൂ. അവിടെ വസിച്ച് ദേവകാര്യങ്ങൾ പലതും ചെയ്യാനുണ്ട്. അങ്ങനെ അഗസ്ത്യ മഹർഷിയെ വന്ദിച്ച് രാമൻ മുനിയോട് യാത്ര പറഞ്ഞ് സീതാ ലക്ഷ്മണ സമേതനായി പഞ്ചവടിയിലേക്ക് പുറപ്പെട്ടു. ഹരേ കൃഷ്ണ. സർവം ശ്രീ രാധാകൃഷ്ണ അർപ്പണമസ്തു. ജയ് ശ്രീ രാധേ രാധേ. ഹരി ഹരി ബോൽ.